തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. എഡിജിപി അജിത് കുമാറിനെ മാറ്റില്ല. ഉദ്യോഗസ്ഥ വീഴ്ച ഡിജിപി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. ത്രിതല അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എട്ടുകാലി മമ്മുഞ്ഞ് ചമയുകയാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം തനിയാവർത്തനമെന്നും പ്രതാപൻ. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. കളക്ടറുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് രൂപീകരിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. അതിരപ്പള്ളി എസ്റ്റേറ്റിൽ തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്ത് കാട്ടാന കയറി. കാട്ടാന അകത്തുകടന്നത് വീടിന്റെ വാതിൽ പൊളിച്ച്. മാള സ്നേഹഗിരിയിൽ സ്കൂട്ടറിലെത്തിയാൽ വീടിനും വാഹനങ്ങൾക്കും പെട്രോൾ ഒഴിച്ച് തീയിട്ടു. പുന്നക്കൽ ജോസിന്റെ വീട്ടിലാണ് സംഭവം. പൊള്ളലേറ്റ അക്രമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ ജനപ്രിയനായ നടൻ മോഹൻരാജ് അന്തരിച്ചു. വിടവാങ്ങിയത് മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ നടൻ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ മന്ത്രിസഭാ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്. പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റങ്ങൾ എന്നിവയിൽ വിശദമായ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് എഡിജിപി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും പൂരവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് അന്വേഷിക്കുവാൻ ഇന്റലിജൻസ് എഡിജിപി മനോജ് എബ്രഹാമിനെയും ചുമതലപ്പെടുത്തി. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി എം.ആർ. അജിത് കുമാറിന് വീഴ്ച പറ്റിയോയെന്ന് അന്വേഷിക്കുവാൻ ഡിജിപിയെയും ചുമതലപ്പെടുത്തിയായി മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങളുടെ പേരിൽ എഡിജിപിയെ മാറ്റില്ല. സമഗ്ര അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. അന്വേഷണം വേഗത്തിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്നും സുനിൽകുമാർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി എസ് സുനിൽകുമാർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെന്റ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരും കാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിനെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യാണ്. പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് താൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചുള്ള ഡിജിപിയുടെ അന്വേഷണത്തിൽ സംഭവത്തിൽ എഡിജിപി എം.കെ. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിന് പിറകെ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് സ്വാഗതാർഹമാണ്. LDFന്റെ പ്രധാന കക്ഷികളിലൊന്നിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ സർക്കാരിന്റെ അന്വേഷണ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. അന്വേഷണത്തിന് ഒച്ചിഴയുന്ന വേഗമല്ലാതെ കുതിരയുടെ വേഗമാണ് ഉണ്ടാകേണ്ടത്. പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ സംഘപരിവാർ ശക്തികളാണെന്നും അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യമെന്നും താൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എഡിജിപി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി കഴിഞ്ഞ പൂരം അലങ്കോലമായതിനു പിന്നിലുള്ള ഗൂഢാലോചന വെളിച്ചത്ത് വന്നാലേ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നും സുനിൽകുമാർ പറഞ്ഞു. 2 ADGPമാരടങ്ങുന്ന 3 സംഘങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരിക്കലും താമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അഭിപ്രായം. കാരണം തൃശൂർ പൂരം അടുത്ത തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ദേവസ്വങ്ങളും ജനങ്ങളും വളരെ ഐക്യത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും പരസ്പരം സഹകരിച്ച് നടക്കുന്ന ഒരു പൂരത്തെ ഇലക്ഷൻ ഘട്ടത്തിൽ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. വീണ്ടും നടക്കാൻ പോകുന്ന പൂരത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് ഒട്ടും താമസം കൂടാതെ പുറത്തു കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള 2 അഭിപ്രായങ്ങൾ. TCV ന്യൂസ് തൃശൂർ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ ആവശ്യപ്പെട്ടു. എഡിജിപി എം.ആർ. അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വേണം അന്വേഷണം നടത്താൻ. മുഖ്യമന്ത്രിയെ അങ്കിൾ എന്ന് വിളിക്കുന്ന ലോകത്തിലെ ഏക ഉദ്യോഗസ്ഥനാണ് എഡിജിപി എം.ആർ. അജിത് കുമാർ. മുഖ്യമന്ത്രി എഡിജിപിയെ സംരക്ഷിക്കുകയാണ്. ആളുകളെ പറ്റിക്കാനാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്.
തൃശൂർക്കാരെ വിഡ്ഢികളാക്കാൻ നോക്കേണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതാപൻ പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച തൃശൂർ പൂരത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങൾ അതിശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു കാര്യം തൃശൂർക്കാർക്ക് സ്വീകാര്യമല്ല. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷിക്കണം. ഇത് തയ്യാറാകാത്തത് പൂരം അലങ്കോലപ്പെടുത്തിയതിൽ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ADGP ചെയ്തിരിക്കുന്നത്. തൃശൂർ പൂരം ആസൂത്രിതമായി കലക്കിയതാണെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചതെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ തുറന്നുപറച്ചിൽ സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. പൂരം കലക്കാൻ കരാർ ഏറ്റെടുത്ത ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന ചുമതലയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൂരം കലക്കൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് CV കുര്യാക്കോസ് പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എട്ടുകാലി മമ്മൂന് ചമയുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. താൻ MP ആയിരിക്കെയാണ് നവീന സൗകര്യങ്ങളോടെ വിമാനത്താവളത്തിന്റെ മാതൃകയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് എന്നും പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചതാണെന്നും പ്രതാപൻ പറഞ്ഞു. ഇതേ പദ്ധതിയാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. പ്രധാനമന്ത്രി ഒരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി വീണ്ടും പ്രധാനമന്ത്രിയുടെ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്ന സുരേഷ് ഗോപിയുടെ അവകാശവാദം പദ്ധതിയുടെ പിതൃത്വം നഷ്ടമാകുമോ എന്ന ആശങ്ക മൂലമാണ്. ക്രെഡിറ്റ് അടിക്കലല്ല പൊതുപ്രവർത്തനം എന്ന് സുരേഷ് ഗോപി തിരിച്ചറിയണം. താൻ MP ആയിരിക്കെ തുടക്കമിട്ടതിൽ നിന്നും വ്യത്യസ്തമായി കാതലായ എന്തു മാറ്റമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ സുരേഷ് ഗോപി തയ്യാറാകണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു. താൻ സമർപ്പിച്ച 50 കോടിയുടെ വടക്കുന്നാഥ മൈതാനത്തിന്റെ നവീകരണവും 4 കോടിയുടെ ദേവസ്വം ഓഫീസ് ബിൽഡിംഗിന്റെ നവീകരണവും 5 കോടിയുടെ കൂത്തമ്പലത്തിന്റെ നവീകരണത്തിന്റെ അവകാശവാദവുമായി സുരേഷ് ഗോപി വരാൻ സാധ്യതയുണ്ടെന്നും TN പ്രതാപൻ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എട്ടുകാലി മഞ്ഞുഞ്ഞ് ചമയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന പ്രസിദ്ധമായ കഥാപാത്രത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെ അവകാശവാദങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരി മാസം 26-ാം തീയതി പ്രധാനമന്ത്രി ഓൺലൈൻ വഴി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വികസനം. അന്താരാഷ്ട്ര റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. അതിനാവശ്യമായ ഡ്രോയിങ് ഉണ്ടാക്കി, എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. റെയിൽവേ വികസന കോർപ്പറേഷൻ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ പ്രധാനമന്ത്രിക്ക് വീണ്ടും പദ്ധതി സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നത് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രിയെ പോലും അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇതിനു പുറമെ ഇനിയും ഒരുപക്ഷെ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പുതിയ കഥാപാത്രം വീണ്ടും വരാനിടയുണ്ട്. ഇത് മാധ്യമങ്ങൾ തന്ന തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ തേക്കിൻകാട് മൈതാനവും വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ ഓഫീസ് നിലനിൽക്കുന്ന മ്യൂസിയം പ്രപ്പോസലും അതേപോലെ തന്നെ കൂത്തമ്പലവും. ഇതിന് തേക്കിൻകാട് മൈതാനത്തിന് വേണ്ടി 50 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മുഖാന്തരം സമർപ്പിച്ചത്. ഇത് പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. പുരാവസ്തു വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനവും നടത്തിയതാണ്. തൃശ്ശൂർ രാമനിലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗവും ചേർന്നതാണ്. 50 കോടി രൂപയുടെ പ്രോജക്റ്റ് ഞാൻ തന്നെ ഡൽഹിയിൽ കൊണ്ടുപോയി തൃശ്ശൂരിലെ ആർക്കിടെക്റ്റായ വിനോദിനെ കൊണ്ട് തയ്യാറാക്കി കൊണ്ടുകൊടുത്തണം. അതിന്റെ പകർപ്പ് ഞാനിപ്പോൾ തൃശ്ശൂരിലെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വളരെ വൈകാതെ ഇതിന്റെ അവകാശവാദവുമായി വീണ്ടും വരും. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് രൂപീകരിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. അതിരപ്പള്ളി സ്വദേശിയായ യുവാവിൽ നിന്നാണ് ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. തട്ടിപ്പാണെന്ന് മനസ്സിലായ യുവാവ് പണം നൽകാതെ പിന്മാറുകയായിരുന്നു. കളക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിന് മെസ്സേജ് അയക്കുകയായിരുന്നു. തന്റെ സുഹൃത്ത് ബംഗളൂരിൽ CRPF ഉദ്യോഗസ്ഥനാണെന്നും സ്ഥലമാറ്റം ലഭിച്ചതിനാൽ ബംഗളൂരിലെ വീട്ടിലെ ഫർണിച്ചർ തുച്ഛമായ വിലയിൽ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പിന് ശ്രമിച്ചത്. തട്ടിപ്പ് സംഘത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ യുവാവ് റെക്കോർഡ് ചെയ്ത് പോലീസിന് കൈമാറി.
Your contact number give me Arjun Pandian, sir, collector sahib. Oh yes, but I know, sir. He's chatting me 10 minutes before. Sir. Yes, yes. Actual problem. My problem. Urgent duty transfer for Jammu. Ah, I have some furniture item that I sell urgent. This my items. where are you staying, sir? I am present time Yelahanka CRPF camp Bangalore. Ah, But no issue. I will deliver your right address. Free home delivery by CRPF truck. Okay. കാട്ടാന ഭീതിയിൽ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ 10ാം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത്. കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിന് പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു. തൊട്ടടുത്ത ദിനവും ആനക്കൂട്ടം എത്തി. പുലർച്ചെ 3:30 പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തു കടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ചവെച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കയറുകയുമായിരുന്നു. കാട്ടാന ശല്യം മൂലം പ്ലാന്റേഷൻ മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. പോളിയുടെ വീട്ടിൽ ഇന്നലെ ഈ രാത്രി 3:30 ആസ്പെറ്റാസ് വീണാണ്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആസ്പെറ്റാസ് വീണാണ്ട് ചാടി എഴുന്നേറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുക്കള വശം ചവിട്ടി പൊളിച്ച് ആന അടുക്കളയിൽ കയറി. അത് കഴിഞ്ഞ് നടുറൂമിലേക്ക് വന്നു. നോക്കിക്കാൽ അത് ഫ്രണ്ട് ഡോർ ചവിട്ടി പൊളിച്ചു. അവൻ ചങ്ങലിട്ട് പൂട്ടിക്കൊണ്ടുപോയതാണ്. അവൻ്റെ അമ്മ സുഖമില്ലാത്താരനാണ് ഏറ്റുമുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഫെൻസിങ് ഒരു നേരം കമ്പിയുള്ളൂ. അത് ഇച്ചിരി ഉയർച്ചയിൽ കിടക്കണേ. അപ്പം അതുകൊണ്ട് ആനയ്ക്ക് പാസ് ചെയ്യാനും അതൊരു സാഹചര്യമാണ്. ആനയുടെ ശല്യം ഒരു ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരാണ്. അത് കുറേ അല്ല, കൂടി വരാണ്. ഒരു സമാധാനം ഇല്ല തൊഴിലാളികൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത്. വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. TCV ചാലക്കുടി. മാള സ്നേഹഗിരിയിൽ സ്കൂട്ടറിലെത്തിയാൽ വീടിനും വാഹനങ്ങൾക്കും പെട്രോൾ ഒഴിച്ച് തീയിട്ടു. സ്നേഹഗിരി പുന്നക്കൽ ജോസിന്റെ വീട്ടിലാണ് സംഭവം. സ്കൂട്ടറിൽ എത്തിയയാളാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിനും കാറിനും തീയിട്ടത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിന് കൈമാറി. അക്രമിക്കും പൊള്ളലേറ്റു. കത്തിക്കുന്ന സമയത്ത് വീട്ടുകാർ അകത്തുണ്ടായിരുന്നെങ്കിലും പിൻവശത്തെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം മൈതാനത്തിൽ നടത്തിയ പരിപാടികളുടെ വിശദാംശങ്ങൾ തേടി ഹൈക്കോടതി. കോടതി ലക്ഷ്യത്തിന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. പൊതുപ്രവർത്തകനായ അയ്യന്തോൾ സ്വദേശി സുമോദാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അനധികൃതമായും ചട്ടങ്ങൾ ലംഘിച്ചും മൈതാനം വിവിധ പരിപാടികൾക്ക് നൽകുന്നു എന്നതായിരുന്നു ആരോപണം. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ഒരു പൊതുപരിപാടികളും നടത്തരുതെന്ന് പറഞ്ഞിട്ട് കോടതി ഓർഡർ ഉള്ളതാണ്. അതിനുശേഷം വടക്കുന്നാഥ ദേവസ്വം മാനേജരും അവിടുത്തെ ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട് പലവരും അവിടെ ഒരുപാട് പൊതുപരിപാടികൾക്ക് അവിടെ അനുമതി കൊടുക്കുന്നുണ്ട്. അതിനെതിരായിട്ട് കോടതി ലക്ഷ്യത്തിന് ഞാൻ കേസ് കൊടുക്കുകയുണ്ടായി. അത് 2 ദിവസം മുമ്പാട് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ കഴിഞ്ഞ മാർച്ച് മാസം കഴിഞ്ഞ തൊട്ട് ഇതുവരെ ഇന്നലെ വരെയുള്ള എല്ലാ പൊതുപരിപാടികളുടെയും ഡീറ്റെയിൽസ് എന്തെല്ലാം പൊതുപരിപാടികൾ കൊടുത്തു അതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൈതാനത്ത് പാർക്കിങ്ങിന് അനധികൃതമായി പിരിവ് നടത്തുന്നതായും സുമോദ് ആരോപിച്ചു. വിഷയം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും സുമോദ് പറഞ്ഞു. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് കോടതി ഉത്തരവുള്ളതാണ്. ഈ അവിടെ തൊഴാൻ വരുന്നവരായാലും പൊതുജനങ്ങളുടെ കയ്യിൽ വരികയാണെങ്കിലും ഈ വാഹനങ്ങൾ 4 വീലർ ആയാലും 2 വീലർ ആയാലും പൈസ പിരിക്കാൻ പാടില്ല. ഈ ഫീസിൻ്റെ പേരും പറഞ്ഞിട്ട് അനധികൃതമായ റെസീറ്റ് അടിച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഈ കോടതി ഓർഡർ നിലനിൽക്കെ തന്നെ അനധികൃതമായിട്ട് അവിടെ വരുന്ന ഭക്തജനങ്ങളായാലും പൊതുജനങ്ങളായാലും കണ്ടമാനം പൈസ 50 രൂപ വെച്ചായിട്ട് ഒരു വണ്ടിയിൽ നിന്ന് പിരിക്കുന്നുണ്ട്. ഒരുപാട് പൈസയാണ് ഒരു ദിവസം അവർക്ക് വരുമാനം കിട്ടുന്നത്. ഇത് ദേവസ്വം ബോർഡിലേക്ക് പകുതിയത്തോളം കിട്ടണമല്ലോ. ബാക്കി അവർക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മാനേജർ അടക്കം കൂട്ടി നിന്നിട്ട് ഈ തോന്നിവാസത്തിനും മാനേജർ അടക്കം കൂട്ടി നിന്നിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിന് ശക്തമായിട്ട് കോടതിയിൽ പോകാനുള്ള തീരുമാനത്തിലാണ് ഭക്തജനങ്ങളും
പൊതുപ്രവർത്തകരും എല്ലാവരും കൂടിയിട്ട്. കൊമ്പൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു. 43 വയസ്സായിരുന്നു. 1 മാസമായി ചികിത്സയിലായിരുന്നു. നാട്ടാനകളിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്ന കൊമ്പനാണ് ശ്രീനിവാസൻ. 1981 ചെന്നൈ ഗിണ്ടി പാലസിലാണ് ജനനം. 1991 മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ നിന്ന് സ്വന്തമാക്കിയ കൊമ്പനെ 92 കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. തൃശൂർ ജില്ലയിലെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ശ്രീനിവാസൻ. 9 അടി 4 ഇഞ്ചായിരുന്നു ഉയരം. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വ്യാപകമായി പ്രചരണം നടത്തുന്നതായി ആരോപിച്ച് PV അൻവർ MLA-ക്കെതിരെ തൃശൂരിൽ പരാതി. ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ച് സത്യപ്രതിജ്ഞാ ലംഘനം ഉൾപ്പെടെ നടത്തി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നുവെന്നാരോപിച്ച് ഇടതുപക്ഷ പ്രവർത്തകനായ K. കേശവദാസാണ് തൃശൂർ സിറ്റി പോലീസിൽ പരാതി നൽകിയത്. ക്ഷേമസമിതി തൃശൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുക, സംവരണം അട്ടിമറിക്കാതിരിക്കാനുള്ള നിയമം പാർലമെന്റിൽ പാസാക്കുക, സ്വകാര്യ മേഖലയിൽ സംവരണം നിയമം മൂലം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, ജോയിന്റ് സെക്രട്ടറി CK ഗിരിജ, ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനയ്ക്ക് ഭേദഗതി തയ്യാറാകണം എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്നിവിടെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. KPMS ജില്ലാ നേതൃസംഗമം തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN സുരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷാജു ഏത്തപ്പള്ളി, TK സുബ്രൻ, ശശി കൊരട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 2022 കണക്കനുസരിച്ച് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൊളിച്ചെഴുത്തിന് വിധതിയാണ് 103-ാം ഭരണഘടനാ ഭേദഗതി. വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എവിടെയാണ് നിങ്ങളുടെ ആരാധന? മൂക്ക് മൂടിക്കെട്ടി. എടത്തിരുത്തിയിൽ പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. എടത്തിരുത്തി ഏറാക്കലിലാണ് നാട്ടിക ശുദ്ധജല പദ്ധതിയിലെ പ്രധാന പൈപ്പ് പൊട്ടിയത്. ഇതോടെ ഏങ്ങണ്ടിയൂർ മുതൽ ശ്രീനാരായണപുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലാണ് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടത്. ഇല്ലിക്കൽ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളാനിയിലെ ശുദ്ധീകരണശാലയിലെത്തിച്ച ശേഷം ഇവിടെ നിന്ന് തീരമേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന 700 mm പ്രീമോ പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് മാറ്റിയിട്ട ശേഷമേ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അധികൃതരെത്തി പണി ആരംഭിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ടോടെ പൈപ്പ് മാറ്റിയിടുന്ന പണി പൂർത്തീകരിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 1 മാസം മുൻപാണ് ഏറാക്കലിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പൈപ്പ് പൊട്ടിയത്. 10 ദിവസമെടുത്താണ് അന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇടയ്ക്കിടെ പൈപ്പുകൾ പൊട്ടുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം താറുമാറാക്കുന്നുണ്ട്. കാലാവധി കഴിഞ്ഞ് 32 വർഷം പിന്നിട്ട പൈപ്പുകളിലൂടെയാണ് ഇപ്പോൾ തീരദേശത്ത് കുടിവെള്ള വിതരണം നടത്തുന്നത്. 5 വർഷം മുൻപ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 70 കോടിയോളം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചെങ്കിലും കോവിഡിനെ തുടർന്ന് പണി തുടങ്ങിയില്ല. പിന്നീട് കരാറുകാരൻ പണിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 133 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതിക തടസ്സം മൂലം പണി നീളുകയാണ്. TCV കയ്പമംഗലം. MN വിജയൻ മാഷിന്റെ വേർപാടിന് 17 വർഷം പിന്നിട്ടു. 2007 ഒക്ടോബർ 3 തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തുന്നതിനിടെയായിരുന്നു മാഷിന്റെ വിയോഗം. വാർത്താസമ്മേളനം TCV തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. സാംസ്കാരിക കേരളത്തിന്റെ തീരാനഷ്ടമായിരുന്നു. വാക്കുകളിൽ തീപ്പൊരി സൂക്ഷിച്ച MN വിജയന്റെ വേർപാട്. മാഷിന്റെ പ്രസംഗ ശൈലി വേറിട്ടതായിരുന്നു. അർത്ഥഗർഭമായ വാക്കുകൾക്കെന്നും കേരളം കാതോർത്തിരുന്നു. MN വിജയൻ ഒഴിച്ചിട്ട സാംസ്കാരിക ലോകത്തെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞുകിടക്കുന്നു. കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പൊന്നാനി സ്വദേശി 20 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. TKS-പുരം ജംഗ്ഷനിലായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപകടത്തിൽ അജിത്തിന്റെ സുഹൃത്ത് മുഗ്ജിസിനും പരിക്കേറ്റിരുന്നു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കിയ പരിസ്ഥിതി ലോല മേഖലകളുടെ മാപ്പിലെ അവ്യക്തതകൾ പരിഹരിക്കണമെന്ന് കർഷകർ. വേലുപ്പാടത്ത് നടന്ന കവരംപള്ളി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ വിശദീകരണ യോഗത്തിലാണ് പ്രദേശവാസികൾ ആശങ്കകൾ പങ്കുവച്ചത്. കസ്തൂരി രംഗൻ, മാധവ് ഗാഡ്ഗിൽ, ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മാപ്പ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നത് സംശയങ്ങൾക്കിടയാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പാലപ്പിള്ളി, എച്ചിപ്പാറ, വേലുപ്പാടം, കള്ളായിമൂല, കുട്ടഞ്ചിറ, കവരംപള്ളി, പുലിക്കണ്ണി, വെട്ടിങ്ങപ്പാടം, കാരിക്കുളം, നടാമ്പാടം, വല്ലൂർകുത്ത്, കുണ്ടായി, ഇഞ്ചക്കുണ്ട് പ്രദേശങ്ങൾ ESIയുടെ മാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഗ്രാമസഭ വിളിക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിനോട് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കിഫ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി, സിബി പുത്തൂർ, VT വിൽസൺ, ഫൈസൽ, സെബി മന്നളി, സാൻജോ, തങ്കച്ചൻ പല്ലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ബൊമ്മക്കൊലുകൾ ഒരുങ്ങി. വിജയദശമി വരെ ബൊമ്മക്കൊലു ഒരുക്കി പ്രത്യേക പൂജകൾ നടക്കും. ഇത്തവണ ഒരു നാൾ മുമ്പ് പൂജവെപ്പ് നടക്കും. 10 വൈകിട്ടാണ് പൂജവെപ്പ്. ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന വ്യാഴാഴ്ച പൂജവെപ്പ് നടക്കും. വെള്ളിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. വിജയദശമി ദിനമായ ഞായറാഴ്ച എഴുത്തിനിരുത്തൽ നടക്കും. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേള പ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, MB മുരളീധരൻ, കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, വല്ലച്ചിറ പഞ്ചായത്ത് അംഗം K രവീന്ദ്രനാഥൻ, മേള പ്രമാണി പെരുവനം സതീശൻ മാരാർ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് C സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവരാത്രിയുടെ ഭാഗമായുള്ള ചുറ്റുവിളക്ക് ആരംഭിച്ചു. വിജയദശമി വരെ ക്ഷേത്രത്തിൽ 2 നേരവും ചുറ്റുവിളക്കും നിറമാലയും ഉണ്ടാകും. തൃശൂർ പഴയനടക്കാവ് പാണ്ഡ്യ സമൂഹമഠം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ബൊമ്മക്കൊലു ഒരുക്കി നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബൊമ്മക്കൊലു ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു നിർവഹിച്ചു. തുടർന്ന് എല്ലാ ദിവസവും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ബൊമ്മക്കൊലു ദർശനം എന്നിവ ഉണ്ടാകും. ഈ മാസം 13 വരെയാണ് ബൊമ്മക്കൊലു ദർശനം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ബൊമ്മക്കൊലു പ്രദർശനവും ലളിത സഹസ്രനാമ സമൂഹാർച്ചനയും തുടങ്ങി. അലങ്കരിച്ച വേദിയിൽ 5 തട്ടുകളിലായി നിരവധി പ്രതിമകളാണ് ഒരുക്കിയിരിക്കുന്നത്. ആലത്തൂർ മഠം നരസിംഹം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്രാഹ്മണസഭാ പ്രസിഡന്റ് MR വെങ്കിടേശ്വരൻ, സെക്രട്ടറി MS നാരായണൻ, ട്രഷറർ CS വൈദ്യനാഥൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ അരിയങ്ങാടിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ആമ്പക്കാടൻ ജംഗ്ഷന് സമീപം കോൺക്രീറ്റ് റോഡിലാണ് ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നത്. ആദ്യം റോഡിന്റെ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു എങ്കിൽ 2 ഇടങ്ങളിൽ നിന്നും റോഡിലൂടെ വെള്ളം ഒഴുകുകയാണ്. വലിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന അരിയങ്ങാടി റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തത് അടുത്ത കാലത്താണ്. നിലവിൽ കോൺക്രീറ്റിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പിൽ നിന്നാണ് വെള്ളം പൊട്ടിയൊഴുകുന്നത്. ഇത് പരിഹരിക്കുവാൻ ഇനി കോൺക്രീറ്റ് വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥയാണ്. ഒരാഴ്ചയോളമായി വെള്ളം പാഴാകുമ്പോഴും ബന്ധപ്പെട്ടവർ പ്രശ്നപരിഹാരത്തിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. റോഡിലെ വെള്ളത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവ തെറിക്കുന്നത് കാൽനട യാത്രക്കാർക്കും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. തൃശൂർ ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. സൊസൈറ്റി പ്രസിഡന്റായി KPCC മെമ്പർ CI സെബാസ്റ്റ്യനെയും വൈസ് പ്രസിഡന്റായി ജോളി ജോർജിനെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ വൻ വർധന. നായ്ശല്യം വീണ്ടും രൂക്ഷമാകുന്നു. നായ്ക്കൾ വട്ടം ചാടി ഇരുചക്ര വാഹന യാത്രികർക്ക് അപകടം സംഭവിക്കുന്നത് ഏറുകയാണ്.
വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാർക്കും നായ്ശല്യം ഭീഷണിയാവുകയാണ്. സമീപ നാളുകളിൽ നായ്ക്കളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നായ്ക്കളെ നിയന്ത്രിക്കുന്നതിലും തെരുവ് നായ്ശല്യം ഒഴിവാക്കുന്നതിനും അധികൃതരുടെ നടപടികൾ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം ശക്തമാണ്. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേള തൃശൂർ തോപ്പു സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ മുഖ്യാതിഥിയായിരുന്നു. ടീച്ചേഴ്സ് ഫോറം കൺവീനർ AM ജെയ്സൺ, KNK പ്രേംനാഥ്, ജോഷി D കൊള്ളഞ്ഞൂർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ 100ഓളം വിദ്യാലയത്തിൽ നിന്നും 1500ഓളം കായിക പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ചാലക്കുടിയിൽ നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണു. 100 അടി ഉയരമുള്ള കുഴലാണ് കാലപ്പഴക്കത്താൽ ഒടിഞ്ഞു വീണത്. വലിയ ശബ്ദം കേട്ട് ക്രിമിറ്റോറിയത്തിലെ ജീവനക്കാരൻ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ഓടി. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഷീറ്റും തകർന്നിട്ടുണ്ട്. പുതിയ കുഴൽ സ്ഥാപിക്കുന്നതുവരെ ക്രിമിറ്റോറിയത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കില്ലെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ഭരണസമിതിയുടെ അനാസ്ഥയെ തുടർന്നാണ് പുകക്കുഴൽ ഒടിഞ്ഞതെന്നാരോപിച്ച് CPM ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കുന്നംകുളം തൃശൂർ റോഡിലെ വർഷങ്ങൾ പഴക്കമുള്ള അപകട ഭീഷണിയായ ഓടിട്ട ഇരുനില കെട്ടിടം നഗരസഭാ അധികൃതർ പൊളിച്ചുമാറ്റി തുടങ്ങി. 1930കളിൽ രാജാക്കന്മാരുടെ കാലത്ത് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച അപകടാവസ്ഥയിലായ കെട്ടിടമാണ് ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കുന്നംകുളം നഗരസഭ അധികൃതർ പൊളിച്ചുമാറ്റുന്നത്. നഗരസഭാ പുറമ്പോക്ക് ഭൂമി നിർമ്മിച്ച ഈ കെട്ടിടം പിന്നീട് സ്വകാര്യ വ്യക്തി അധീനതയിലാക്കുകയായിരുന്നു. വാടകയ്ക്ക് കൊടുത്ത കെട്ടിടത്തിലെ കടമുറികളിൽ നിന്നും സ്വകാര്യ വ്യക്തിയാണ് വാടക ഈടാക്കിയിരുന്നത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് തടസ്സപ്പെടുകയായിരുന്നു. കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റിയ ശേഷം സ്ഥലം നഗരസഭ ഏറ്റെടുക്കും. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3328 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. ADGP അജിത് കുമാറിനെ മാറ്റില്ല. ഉദ്യോഗസ്ഥ വീഴ്ച DGP അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. ത്രിതല അന്വേഷണത്തെ സ്വാഗതം ചെയ്ത മുൻമന്ത്രി VS സുനിൽകുമാർ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം തനിയാവർത്തനമെന്നും പ്രതാപൻ. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. കളക്ടറുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. അതിരപ്പള്ളി എസ്റ്റേറ്റിൽ തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്ത് കാട്ടാന കയറി. കാട്ടാന അകത്തു കടന്നത് വീടിന്റെ വാതിൽ പൊളിച്ച്. മാള സ്നേഹഗിരിയിൽ സ്കൂട്ടറിലെത്തിയാൽ വീടിനും വാഹനങ്ങൾക്കും പെട്രോൾ ഒഴിച്ച് തീയിട്ടു. പുന്നയ്ക്ക് ജോസിന്റെ വീട്ടിലാണ് സംഭവം. പൊള്ളലേറ്റ അക്രമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ ജനപ്രിയനായ നടൻ മോഹൻരാജ് അന്തരിച്ചു. വിടവാങ്ങിയത് മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ നടൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.